ബാങ്ക് വിളി, പള്ളികളിലെ ബാങ്ക് വിളിയെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ്. ബാങ്ക് വിളി ഓൺലൈനിൽ കേട്ടാൽ എങ്ങനെയുണ്ടാകും, ഓൺലൈനിൽ കേൾക്കേണ്ട കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് ഇതിൽ നിന്ന്, ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം പള്ളികളിലെ ഉച്ചഭാഷണങ്ങളിൽ 45 മുതൽ 56 ഡെസിബൽ പരിധി ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവ് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് കിരീട് സോമയ്യ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ BJP നേതാവ് രംഗത്ത് വരുമ്പോൾ പള്ളികളിലെ ബാങ്ക് വിളി മിക്കവാറും ഒക്കെ ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവസാനിക്കുന്ന ആളുകൾക്കായിട്ട് ഒരു ആപ്പ്, ആ ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പള്ളികളിലെ ഉച്ചഭാഷണ വിവാദത്തിനിടെ ബാങ്ക് വിളി കേൾക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങി. തമിഴ്നാട്ടിലെ ഒരു സംഘം പ്രൊഫഷണലുകളുടെ സാങ്കേതിക പിന്തുണയോടെ ആപ്പ് പുറത്തിറക്കിയത്. ഓൺലൈൻ ആസാൻ ആപ്പ് എന്നാണ് പേര്. മുംബൈയിലെ പള്ളികളിൽ ഉച്ചഭാഷണിക്കെതിരെ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണിത്. മുംബൈയിലെ പള്ളികളിൽ ഉച്ചഭാഷണികളിൽ ഇനി ബാങ്ക് വിളി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP നേതാവ് അതിൽ ഇടപെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്കായിട്ടാണ് മാഹിം ജുമാ മസ്ജിദ്, മുംബൈയിലെ മാഹിം ജുമാ മസ്ജിദ് ആപ്പ് തുടങ്ങി. എന്തായാലും ആപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓൺലൈൻ ആസാൻ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അത് മാതൃഭൂമി ഒന്നാം പേരിൽ വാർത്ത നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെയും പ്രശ്നം. എന്തായാലും ആ സ്വാതന്ത്ര്യത്തിൽ ബാങ്ക് വിളിയും ഇനി ഓൺലൈൻ ആപ്പ് വഴി കേൾക്കാമെന്നുകൂടി കാണുന്നുണ്ട്.